എന്നാൽ ഈ അടുത്ത കാലം അത് കുറച്ചുകൂടി അപ്പുറത്താണെങ്കിൽ സത്യവാങ്മൂലമെന്ന് കരുതാം. സുപ്രഭാതം പത്രം വളരെ ശക്തമായ ഒരു എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. ആ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഞാൻ ഓർക്കുന്നത് വഖഫിന്റെ സംരക്ഷണമാണോ ബ്രദർഹുഡിന്റെ പ്രൊമോഷനാണോ ജമാഅത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ, ഇന്ത്യയിലും എല്ലായിടത്തും വഖഫ് നിയമത്തിനെതിരെയുള്ള അതിശക്തമായ ഒരു നിലപാട്, അത് മതപരമായിട്ടല്ല, പൊതുവെ നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ള ഓരോരോ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കാനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ഈ പുതിയ നിയമ ഭേദഗതി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വലിയ പിന്തുണയോടുകൂടി ഈ പ്രക്ഷോഭം ശക്തിപ്പെടുമ്പോഴാണ് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി അതിന് എതിരെ നടത്തിയ പ്രക്ഷോഭത്തിൽ ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുവരികയുണ്ടായി. ഈ ബ്രദർഹുഡ് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ജനാധിപത്യത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ഈജിപ്തിൽ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുന്നു, UAE നിരോധിക്കപ്പെട്ടിരിക്കുന്നു, സൗദി അറേബ്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ ഈ കേരള പതിപ്പാണ് ഞങ്ങളെന്ന് അവർ തന്നെ കൃത്യമായി തന്നെ ഫ്രറ്റേണിറ്റിയും അവരുടെ സംഘടനകളും നടത്തിയ പ്രകടനത്തിൽ ആ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രഭാതം പത്രം അതിശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഇതിനോട് ചേർത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വായിക്കേണ്ടതാണ് ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം. ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, RSSും ബ്രദർഹുഡും ഒരേ നിലപാടാണ്. ഈജിപ്തിൽ ജനാധിപത്യ രീതി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ ഏകാധിപത്യത്തിൻ്റെയും ക്രൂരമായ രീതിയിലേക്ക് മാറിയത്, അതേ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിൽ RSS. ആ ബ്രദർഹുഡിനെ മാതൃകയാക്കി ബ്രദർഹുഡിനെ ആരാധിക്കുന്ന ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ കൂടെയാണ് ഞങ്ങൾ, ഈ സമരം അതിനുവേണ്ടിയാണെന്ന് വരെ പ്രഖ്യാപിക്കുന്ന, ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പാർട്ടിയുമായിട്ട് അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകി അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ സഖ്യമുണ്ടാക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കേണ്ടതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. മതനിരപേക്ഷവാദികളായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കിടയിൽ ഇതിനെതിരെ ഒരു ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.